നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം നമ്മുടെ ഫാമിലി ലൈഫിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കപ്പിൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ പല ആളുകളുടെയും പരാതിയാണ് പാർട്ട്ണർ തന്നെ ശ്രദ്ധിക്കുന്നില്ല. ചില സമയത്ത് എനിക്ക് തോന്നും ഇയാൾ എന്നെയാണോ അതോ ഈ ഫോണിനെയാണോ കല്യാണം കഴിച്ചത്, എപ്പോഴും ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും പറയാൻ ചെല്ലുമ്പോൾ എന്താ എന്നെ ശ്രദ്ധിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയല്ലേ, അല്ലെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ, നീ എന്തുവാന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അർഹിക്കുന്ന ഒരു പരിഗണന എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ പല സെഷനുകളിലും കേൾക്കാറുണ്ട്. ഈ ഒരു പ്രവൃത്തിയെ പാർട്ട്ണർ ഫബ്ബിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു വീട്ടില് ഹസ്ബൻഡും വൈഫും രണ്ടുപേരും വർക്കിംഗ് ആണെന്ന് വിചാരിക്കുക. രണ്ടുപേരും രാവിലെ റെഡിയായി അവരവരുടേതായ വഴികളിലേക്ക് പോകും. തിരിച്ച് വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, അത് ചെയ്തു തീർക്കും. അതിനുശേഷം വളരെ കുറച്ച് സമയമായിരിക്കും ഇവർക്കൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുക. പക്ഷെ ആ സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. വൈഫിന് അന്ന് ഓഫീസിൽ നടന്നതും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാകും തന്റെ ഹസ്ബൻഡിന്റെ അടുത്ത്. അങ്ങനെ ചെല്ലുമ്പോൾ അവരെ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് റിജക്റ്റഡ് ആയതായി, അല്ലെങ്കിൽ തന്നോടിപ്പോൾ ഒരു താല്പര്യമില്ല, തന്നെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്നു എന്നൊക്കെയുള്ള തോന്നലായിരിക്കും ആ വൈഫിന് കിട്ടുന്നുണ്ടാവുക. ഒരുപക്ഷെ ഈ ഹസ്ബൻഡ് അവരോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇനി ശ്രദ്ധിക്കാൻ പാടില്ല എന്ന തീരുമാനം എടുത്തോ ഒന്നുമല്ല ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ആ പ്രവൃത്തി ആ വൈഫിനെ ബാധിക്കുന്നത് ഏത് രീതിയിലാണ്? തനിക്കിപ്പോ തന്റെ പാർട്ട്ണറുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലെങ്കിൽ താൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല എന്നൊരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു ഏകാന്തതയിലേക്ക്, ഒരു ലോൺലിനെസ്സിലേക്ക് അത് അവരെ ഒരുപക്ഷെ തള്ളിവിട്ടേക്കാം. ആക്ച്വലി ഈ പ്രവൃത്തി നമ്മുടെ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷനും അതുപോലെ പരസ്പരമുള്ള ഒരു ഇമോഷണൽ ഇന്റിമസിയും ഒക്കെ കുറയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലും ഈ പ്രശ്നമുണ്ട്. അതായത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള സമയത്ത് പാർട്ട്നേഴ്സ് ഒന്നെങ്കിൽ കോൾ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യുകയോ ഒക്കെ ആയിരിക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രവണത എന്താന്ന് വെച്ചാൽ, വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചുറ്റുമുള്ള ആളുകളോടൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക, സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റേ ആള് പറയുന്നതിനൊരു ഗൗരവമോ അല്ലെങ്കിൽ ഒരു ഫുൾ അറ്റൻഷനോ കൊടുക്കാതെ ഇങ്ങനെ പാസീവായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു പ്രവണത കാണിക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ആയിരിക്കും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് പാർട്ട്ണറിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് കിട്ടുന്നുണ്ടാവുക ഒരു ലോങ് ഡിസ്റ്റൻസിൽ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്, ആ ഒരു ചുരുങ്ങിയ സമയത്ത് പോലും തന്നെ ശ്രദ്ധിക്കുന്നില്ല, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും കേൾക്കുന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് അതിഭയങ്കരമായി റിജക്റ്റഡ് ആവുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. തന്നെ ആവശ്യമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന എഫേർട്ടൊന്നും എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല, ഞാൻ കൊടുക്കുന്ന സ്നേഹമൊന്നും എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല, ഞാൻ അയാളുടെ ജീവിതത്തിൽ അത്ര വേർത്തല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലിലേക്ക് ഒരുപക്ഷെ ഇത്തരം ആറ്റിറ്റ്യൂഡ് കൊണ്ടെത്തിച്ചേക്കാം. അത് ഗ്രാജുവലി ഇതേ ഒരു പ്രവൃത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും ആ റിലേഷൻഷിപ്പിനകത്തുള്ള ഒരു ട്രസ്റ്റ്, അതായത് ഒരു വിശ്വാസത്തെ പോലും ഇത് ബാധിച്ചേക്കാം. അപ്പോൾ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ആണ്. എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അതേ ഒരു ഇമോഷണൽ കണക്ട്, ഒരു ഇമോഷണൽ ഇന്റിമസി, ഒരു പരസ്പര സ്നേഹം, ഇതൊക്കെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളതിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പരസ്പരം പറയുവാനുള്ള കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് കഴിയണം. അങ്ങനെ പങ്കുവെക്കുമ്പോൾ അതിനെ മുൻവിധികളില്ലാതെ, മറ്റ് ധാരണകളില്ലാതെ അതിനെ കേൾക്കാൻ സാധിക്കണം. പരസ്പരം ചർച്ച ചെയ്ത് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകണം. ഇങ്ങനെ കുറേ അധികം വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ കമ്മ്യൂണിക്കേഷനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അത് റിലേഷൻഷിപ്പിന്റെ എക്സിസ്റ്റൻസിനെ, ആ റിലേഷൻഷിപ്പിലായിരിക്കുന്ന പാർട്ട്നേഴ്സിന്റെ സന്തോഷത്തെ, സമാധാനത്തെ ഒക്കെ ബാധിക്കുന്ന തലത്തിലേക്ക് അത് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് പരിഹരിക്കാമെന്ന് നോക്കിയാലോ? നമുക്കിതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അതായത് പാർട്ട്ണർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഫോൺ സ്ക്രോൾ ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇഷ്യൂ നമുക്കുണ്ടെങ്കിൽ
നമ്മളത് അംഗീകരിക്കുക ആദ്യം. അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഒന്ന് ഫോൺ നോക്കിയെന്ന് പറഞ്ഞ് എന്താ ഇപ്പോൾ പ്രശ്നം, ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്തിട്ട് ഇത്ര സമയമാണ് ഞാൻ ഫോണൊന്ന് നോക്കിയത് എന്നൊക്കെ നമ്മളിങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്ത് അതിനെ കൂടുതൽ മോശമാക്കുന്നതിന് പകരം ഇതൊരു ഇഷ്യൂ ആണ്, ഞാനിതിൽ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അംഗീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്രശ്നത്തിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സ്ക്രീൻ ഫ്രീ ടൈം അല്ലെങ്കിൽ ഒരു ഫോൺ ഫ്രീ ടൈം നമ്മൾ സെറ്റ് ചെയ്യുക. അതൊരു പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നെയോ ഒരു 10-20 മിനിറ്റ് നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഫോണിനെ ഒന്ന് മാറ്റി വയ്ക്കുക. ആ 20 മിനിറ്റ് സോൺലി നമ്മുടെ പാർട്ട്ണർക്ക് മാത്രമായിട്ട് കൊടുക്കുക. നിങ്ങൾ പരസ്പരം അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ, ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, പരസ്പരമുള്ള കൺസേൺസ്, ഇതെല്ലാം ആ ഒരു ടൈമിൽ ഷെയർ ചെയ്യാനും, അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അയ്യോ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഫോൺ എടുക്കാം, ആ ഒരു മൈൻഡ് സെറ്റോടെ ആകാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആ ടൈം യൂസ് ചെയ്യുക. അതുപോലെ ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോളോ മെസ്സേജോ ഒക്കെ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഒരാൾ വർത്തമാനം പറയുമ്പോൾ അവരെ ഇങ്ങനെ ഭയങ്കരമായി ഇഗ്നോർ ചെയ്ത് അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞ് പോകുന്നത് പോലെ തോന്നാതെ ജസ്റ്റ് അവരോടൊന്ന് പറയുക, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മെസ്സേജ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരു മെയിൽ ചെയ്യാനുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ വരാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ട് മാത്രം അതിൽ നിന്ന് വ്യതിചലിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഭയങ്കര ഫീലിങ്സോടെ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് ഒരു കാര്യം പറയും. ഇപ്പോൾ ഓഫീസിലുണ്ടായ നമുക്കുണ്ടായ ഒരു വലിയ സ്ട്രെസ്സ്, അല്ലെ വേറെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നമുക്കുണ്ടായ ഒരു വലിയ ഇൻസൾട്ട്, ഒരു സങ്കടം, ഇത് നമ്മൾ നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്ത് വന്ന് പറയുമ്പോഴായിരിക്കും ചില സമയത്ത് ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആ ആശ്വാസം തേടിയിട്ടാണ് നമ്മുടെ അടുത്ത് നമ്മുടെ പാർട്ട്ണർ വരുന്നത്. ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക? അയ്യോ എന്നെ കേൾക്കാൻ ആരും ഇല്ല, എനിക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്നൊക്കെ ആയിരിക്കും അവർക്കത് ഫീൽ ആവുന്നുണ്ടാവുക. നമുക്ക് അവരെ റിജക്റ്റ് ചെയ്യണം എന്ന് കരുതിയിട്ടായിരിക്കത്തില്ല, നമുക്ക് നമ്മുടെ ജോലി അത്യാവശ്യമായി തീർക്കേണ്ടത് കൊണ്ടായിരിക്കും. അപ്പൊ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് വർക്ക് ഇത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് അയച്ചില്ലെങ്കിൽ ചില ഇഷ്യൂസ് ഉണ്ട്, ഞാനിത് അയച്ചിട്ട് ഉറപ്പായിട്ടും നിന്നെ കേൾക്കും, എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഇത് തീർക്കേണ്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവരുടെ ഇമോഷനെ ഒന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇമോഷണൽ വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ, ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ വേർത്തിനെ, റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയെ കൂട്ടാനായിട്ട് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു കാര്യം ഓർക്കുക, എല്ലാ റിലേഷൻഷിപ്പും മനോഹരമായി എക്സിസ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്, അതായത് ആ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഭാഗത്തു നിന്ന് കൃത്യമായ ഇൻവോൾവ്മെന്റ്, കൃത്യമായ എഫേർട്ട്, കൃത്യമായ ടൈം, കൃത്യമായ എനർജി, ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ മനോഹരമായ ഒരു ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയൂ. അങ്ങനെ മനോഹരമായി, സന്തോഷമായി, സമാധാനമായി ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.